തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നതിന് പിന്നിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നിശ്ചയദാർഢ്യം ഒന്ന് മാത്രമാണെന്ന് പറയുകയാണ് തിരുവമ്പാടിയുടെ മുൻ MLA ആയ ജോർജ് തോമസ്. പദ്ധതിക്ക് പല ആശങ്കകളും പ്രതിസന്ധികളും ഒക്കെയും ഉയർന്നു. അപ്പോൾ ആ ഘട്ടത്തിലൊക്കെയും ദീർഘവീക്ഷണത്തോടെ പദ്ധതിക്ക് പിന്നിൽ ഉറച്ചുനിന്ന് മുന്നോട്ട് പോകാനായത് മുഖ്യമന്ത്രി ഒരൊറ്റയാളിന്റെ ഇച്ഛാശക്തി കൊണ്ടാണെന്നും ജോർജ് തോമസ് പറഞ്ഞു. കോഴിക്കോട് നിന്ന് രതീഷ് വാസുദേവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് പോകാം. സംസ്ഥാന സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ ആനക്കാമ്പൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാതയുടെ നിർമ്മാണ പ്രവൃത്തി ഉദ്ഘാടനം ഔദ്യോഗികമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകിട്ട് 4 മണിക്ക് നിർവഹിക്കുകയാണ്. ഇത് ഇങ്ങനെ ഔദ്യോഗികമായി ഈ ഉദ്ഘാടനം നടക്കുമ്പോൾ 2006-ൽ ഇതിന്റെ പ്രാഥമികമായ ആലോചന നടത്തിയ ഒരു ജനപ്രതിനിധിയുണ്ട് ഇവിടെ, മുൻ MLA ജോർജ് തോമസ്. അദ്ദേഹം ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരുന്നു അന്ന് 2006-ൽ ഇങ്ങനൊരു പദ്ധതിയിലെ ആലോചനയിലേക്കൊക്കെ വരാൻ കാരണം? പ്രധാനമായും അന്ന് മത്തായി ചാക്കോ മത്സരിച്ചപ്പം തെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്നുള്ള അടിയന്തര കടമ വന്നുകൊണ്ട് ഇത്തരമൊരു റോഡ് യാഥാർത്ഥ്യമാക്കുമെന്ന് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തു. പക്ഷേ വാഗ്ദാനം ചെയ്യുമ്പോൾ ഇതൊന്നും അതിൻ്റെ പ്രായോഗിക വശങ്ങളൊന്നും ഞങ്ങളാരും മനസ്സിലാക്കിയിരുന്നില്ല. പിന്നീട് ചാക്കോ മരിച്ചു, ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോഴാണ് ഇത് യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുപോകാനൊരു പഠനം നടത്തണമെന്ന് കണ്ടത്. അങ്ങനെ വനത്തിലൂടെ ഒരു പഠനയാത്ര 10-25 പ്രമുഖ വ്യക്തികളെ കൂട്ടി ഞാൻ നടത്തി. ആ യാത്രയോടുകൂടി അതിലെ ഒരു റോഡ്, സാധാരണഗതിയിലുള്ള റോഡ് നടക്കില്ല എന്ന് ബോധ്യപ്പെട്ടു. അപ്പോൾ മൊത്തം ചെലവ് 2143 കോടി രൂപയാണ്. ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല അത്ര. ഡോക്ടർ ശ്രീധരനും പറഞ്ഞ ഒരു 100-500 കോടി കൊണ്ട് തീരുമെന്നാണ്. പക്ഷേ 2001 പക്ഷേ ആ പൈസയൊക്കെ അലോട്ട് ചെയ്യാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയതാണ്. അദ്ദേഹമാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതിയുടെ എല്ലാ അർത്ഥത്തിലും നടത്തിപ്പിന് കാരണമായി. ഇപ്പോൾ ഇത് യാഥാർത്ഥ്യമായതിൻ്റെ ഏക ഉത്തരവാദി അദ്ദേഹമാണ്. ഈ വലിയ ഒരു വികസന കുതിപ്പായിരിക്കും ഇത് എന്നതിൽ തർക്കമില്ല. തീർച്ചയായും ഒരിക്കലും സാധ്യമാവില്ല എന്ന് പറഞ്ഞ ഒരു സ്വപ്നമായിരുന്ന ഒരു പദ്ധതിയാണ് യാഥാർത്ഥ്യമാവുന്നത്. ഇന്ന് വൈകിട്ട് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് കേരളത്തിന്റെ ഒരു പുതിയ വികസന കുതിപ്പിന്റെ പാത ഇവിടെ നിർമ്മാണ പ്രവൃത്തി കൂടിയാണ് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. തോട്ടുമുക്കത്തു നിന്നും ക്യാമറമാൻ MN നിരീഷിനൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.